പുരളിമലയുടെ താഴ്വരയിൽ മുഴക്കുന്ന് എന്നൊരു ദേശമുണ്ട്. മൃദംഗശൈലേശ്വരി എന്ന പേരിൽ ആദിപരാശക്തി വാണിടുന്നു. അവിടെ ആദിപരാശക്തി വാണിടുന്നു. ഒരു ദിനം ദേവലോകത്തു നിന്ന് ദേവവാദ്യമാമിടാവ് വന്നു വീണു. മൃദംഗരൂപത്തിൽ സ്വയംഭൂവായി ശ്രീ മഹാദേവിയുയർന്നു വന്നു. ആ മഹാചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ ചെയ്തു ശ്രീ പരശുരാമൻ. പ്രതിഷ്ഠ ചെയ്തു ശ്രീ പരശുരാമൻ. ദേവിതൻ മൃദംഗം വീണ സ്ഥലം മൃദംഗശൈല നിലയമായി. സംഗീതരൂപിണി അമ്മമ്മ തൻ്റെ നാദം മുഴങ്ങിയ മിഴാവ് കൊന്ന് മുഴക്കുന്നായി മാറിയല്ലോ. പിന്നെ മുഴക്കുന്നായി മാറിയല്ലോ. സംഗീതത്തിൻ ജീവൻ തുടിച്ചിടുന്നു അമ്മ തന്നെ പുണ്യഭൂമിയെങ്കിൽ. കാറ്റിനു മൂളുവാൻ കഥകളി പദങ്ങൾ അമ്മ തൻ അനുഗ്രഹാശിസ്സിനാലേ. അമ്മ തൻ അനുഗ്രഹാശിസ്സിനാലേ. അമ്മ തൻ മൃദംഗത്തിൻ താളത്തിൽ കുളത്തിലെ കുഞ്ഞോളങ്ങൾ നൃത്തമാടിടുന്നു. കാടിനും പുൽത്തരികൾക്കും പറയുവാൻ ഏറെ കഥകളുണ്ടമ്മയുടെ. കലയുടെയും പിന്നെ പടയുടെയും കളരിയംഗത്തിൻ്റെ കഥകൾ, വീരപഴശ്ശിരാജാവിൻ്റെ കഥകൾ, കോട്ടയം തമ്പ്രാൻ്റെ കഥകൾ, ദുർഗയായി ലക്ഷ്മിയായി സരസ്വതിയായി പാർവതി കാളിയും പോർക്കലിയും ഏതു രൂപത്തിൽ വിളിച്ചിടിലും ആരൂപദർശനമേകുമമ്മ. വാഗീശ്വരിയാകുമെൻ്റെ അമ്മ മൂകരെ വാചാലരാക്കിടുന്നു. കരുണാമയിയാകുമെൻ്റെ അമ്മ സർവാഭീഷ്ടങ്ങൾ നൽകിടുന്നു. സർവാഭീഷ്ടങ്ങൾ നൽകിടുന്നു. അമ്മ തൻ പുഞ്ചിരി കാണുകയിലോ എല്ലാം മറന്നു നാം നിന്നു പോകും. സർവദുഃഖങ്ങളും തീർന്നിടുന്നു നമ്മൾ ശാന്തചിത്തരായി തീർന്നിടുന്നു. നമ്മൾ ശാന്തചിത്തരായി തീർന്നിടുന്നു. നമ്മൾ ശാന്തചിത്തരായി തീർന്നിടുന്നു.